ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ക്ലോക്കൊക്കെ സ്ഥാപിച്ചിട്ട് പിന്നോട്ടോടുന്നു. ഇത്ര ദിവസം ഇനിയും ഇസ്രായേലിന് ആയുസ്. അപ്പൊ ആ ക്ലോക്ക് സ്ഥാപിച്ച നേതാവ് ഇന്നില്ല, ആ ക്ലോക്ക് ഉണ്ടാക്കിയവന്മാർ ഇന്നില്ല, ആ ക്ലോക്കിന് പ്രോത്സാഹനം നൽകിയവർ ഇന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? നമ്മൾ ഒരാളെ തകർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളുടെ തകർച്ച എത്രയോ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിന്? ഇസ്രായേലിനെ തകർക്കാൻ, ജൂതന്മാരെ തകർക്കാൻ. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളെ ഒക്കെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസത്തിന് മുമ്പാണ് വെളിപ്പെടുത്തിയത്. അവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണവർ. അവര് മാത്രമേ ലോകത്തുണ്ടാകാൻ പാടുള്ളൂ എന്നവർ അതിയായിട്ട് അത്യാഗ്രഹിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇറാന്റെ ആണവ ശേഷി തകർക്കുന്നതിന് വേണ്ടി നടത്തിയ നിർണായകമായിട്ടൊരു നീക്കത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഇനിയും നിലനിന്നാൽ ഇസ്രായേലിന് ഭീഷണിയാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമല്ലോ ഈ ഭൂലോകത്ത്. അവരായുധങ്ങൾ ഉണ്ടാക്കി നമുക്കെതിരെ പ്രയോഗിക്കട്ടെ എന്ന് കരുതി പ്രയോഗിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്നത് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ജൂതന്റെ രീതിയാണ്. അപ്പോൾ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ കൊന്നു എന്നാണ് നെതന്യാഹു അന്ന് പറഞ്ഞത്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇറാന്റെ ഏത് നീക്കത്തെയും തടയാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. നമ്മളെ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചാൽ മരിക്കാതിരിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? നമ്മളതിനെ ശ്രമിക്കില്ലേ അറ്റ്ലീസ്റ്റ്? അപ്പൊ ഈ നീക്കം ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയാകും എന്നാണ് ഇസ്രായേൽ വിലയിരുത്തിയത്. അതങ്ങനെ തന്നെ ആകുകയും ചെയ്തു. കാരണം മുജ്തബ ഖൊമേനി കൂടി ചത്തതോടെ ഇനിയും അടുത്ത അധികാര കസേരയിൽ ഇരിക്കാൻ ആളില്ലാതെയായി. വർഷങ്ങളായിട്ട് ഇറാൻ രഹസ്യമായി വികസിപ്പിച്ചെടുക്കുന്ന ആണവ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ പുതിയ പരമാധികാരിയായി മുജ്തബ ഖൊമേനി ചുമതലയേറ്റിട്ട് അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കേറിയടിക്കുന്നത്. ഇസ്രായേലിന് ഈ തിരിച്ചടി അനിവാര്യമായിട്ടും ചെയ്തേ പറ്റൂ. കാരണം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു ജനവിഭാഗത്തെ, ഒരു രാഷ്ട്രത്തെ മുഴുവനും തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു രാജ്യം അങ്ങോട്ട് മുന്നിട്ട് വരിക എന്ന് വെച്ചാൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ജൂതന്മാരുണ്ടാക്കിയ എല്ലാ ടെക്നോളജികളും ഇവർക്ക് വേണം. പക്ഷേ ജൂതന്മാരെ ഇവർ നശിപ്പിക്കുകയും ചെയ്യും. ഇവർ തകർക്കും ജൂതന്മാരെ. ഇത് 6-ാം നൂറ്റാണ്ടില് നമ്മുടെ മുഹമ്മദ് നബി വാരി വിതറിയിട്ടു പോയ വിപത്താണ്, വർഗീയ വിഷമാണ്. അപ്പോ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവര് ഒരു ആയുധമുണ്ടാക്കുക എന്നത്, ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തിനും ജൂതന്മാര് വേണ്ട എന്ന് ഇവരങ്ങൾ തീരുമാനിക്കുവാണ്. ഇസ്രായേലുമായിട്ടുള്ള ഇവരുടെ ശത്രുത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകരാഷ്ട്രത്തിന്റെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളിൽ ഒന്നാണിത്. ഇസ്രായേലിന് ഒരു ഭീഷണിയായിട്ടാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതും ക്ലോക്ക് സ്ഥാപിക്കുന്നതും ഹമാസിനെയും ഹൂതികളെയും ഐസിസിനെയും ലഷ്കർ ഇ തൊയ്ബയെയും ഹിസ്ബുള്ളയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നതും ജൂതന്മാരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇതിന് മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രാറ്റജികൾ വേറെയുമുണ്ട്. അപ്പോ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എപ്പോഴും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ്. ആണവായുധങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കുന്നത് ഇവരുടെ സമാധാനത്തിന് വേണ്ടി. അത് ഇസ്രായേൽ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർ സമ്മതിച്ചു കൊടുക്കുക. ഇവർക്ക് വേണ്ടത് മേധാവിത്വമാണ്. ഇവർക്ക് മാത്രമേ എല്ലാം പാടുള്ളൂ. മിഡിൽ ഈസ്റ്റില് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കണം, മറ്റാരും ആ സ്വാധീനം കൊണ്ടുപോകരുത്. അമേരിക്കയുടെ
പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിനെ തകർക്കണം, അതല്ലെങ്കിൽ ദുർബലപ്പെടുത്തണം. നെതന്യാഹുവിനെ എത്ര കണ്ടവർ ഭയപ്പെടുന്നു എന്ന് കണ്ടോ? ജീവിച്ചിരിക്കുന്ന നെതന്യാഹുവിനേക്കാൾ കാണാനില്ലാത്ത നെതന്യാഹുവിനെ ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് എത്ര കാക്കമാരാണ് ആസ്വദിച്ച് ചിരിച്ചട്ടഹസിച്ച് പടക്കം പൊട്ടിച്ച് നെതന്യാഹുവിന്റെ മരണം ആഘോഷിച്ച് വീഡിയോ ചെയ്തതെന്ന് നോക്കിക്കേ. അതേപോലും നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട്. കൊമേനി ചത്തു. ഇവർ അന്വേഷിക്കുന്നുണ്ടോ കൊമേനിക്ക് എന്താ സംഭവിച്ചതെന്ന്? ഇല്ല. മൊജ്തബ കൊമേനി കോമയിലാണ്, അബോധാവസ്ഥയിൽ. കിഡ്നിയും പോയി, ഹാർട്ടും പോയി, കണ്ണിന്റെ കാഴ്ചയും പോയി, 2 കൈയും 2 കാലും മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. വെറും ഒരു മാംസകഷ്ണം മാത്രം. അപ്പോൾ ആ കിട്ടിയ തിരിച്ചടി ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പുതിയ അടവുമായിട്ട് രംഗത്ത് വന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന്. അപ്പോ ഇസ്രായേലിന്റെ കൈവശം ആണവായുധമുണ്ട് എന്ന് ലോകത്തിനറിയുന്ന വസ്തുതയാണ്. ഇസ്രായേൽ ഇത് ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആക്രമണത്തെ തടയാൻ തങ്ങൾക്കും ആണവായുധം വേണം എന്ന് ഇറാൻ പലപ്പോഴായിട്ട് തന്ത്രപരമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഇസ്രായേലിനെതിരെ ഇറാൻ നട്ട് നനച്ച് വളർത്തുന്നത് ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളെയാണ്. അവരെ ആയുധം നൽകിയും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോക്സി വാറാണ് ഇറാൻ പിന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആണവായുധം എന്നത് ലോകത്തിന് മുഴുവനും ഭീഷണിയായിട്ടുള്ള ഒന്നാണ്. ഏത് രാജ്യം അത് നിർമ്മിച്ചാലും ശരി, ലോക സമാധാനത്തിന്, മനുഷ്യന്റെ നിലനിൽപ്പിന് അത് ഭീഷണി തന്നെയാണ്, സംശയമില്ല. ഇപ്പോ ജൂതന്മാരോടുള്ള ഇവരുടെ വിരോധമാണ് നമ്മളുടെ വിഷയം. ഇറാന്റെ ഭരണകൂടം ഇസ്രായേലിനെ സയണിസ്റ്റ് ഭീകരർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ജൂതമത വിശ്വാസികളെ ആണോ അത്? അതെ. പകരം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കണം. ആശയപരമായി ആയുധമെടുക്കാതെ നമ്മളുടെ അഭിപ്രായങ്ങൾ എവിടെയും നമുക്ക് തുറന്നു പറയാം, എതിർക്കാം, വിമർശനങ്ങൾ അറിയിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു വിഭാഗത്തെ മുഴുവനും അങ്ങോട്ട് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തു. പക്ഷെ ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. മനുഷ്യത്വം എന്ന നിലയിൽ നോക്കിയാൽ ഒരു രാജ്യത്തെ, ഒരു ജനതയെ, ഒരു മതവിഭാഗത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആയുധം നിർമ്മിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. ഇത് ലോകത്തെ കൂടുതൽ വലിയ യുദ്ധങ്ങളിലേക്കും നാശങ്ങളിലേക്കും വൈരാഗ്യങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും തീർത്താൽ തീരാത്ത പകയിലേക്കും ഒക്കെ കൊണ്ടുവന്നെത്തിക്കും, സംശയമില്ല. അപ്പോ ഇത് ഇത്തരം ന്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആശയപരമായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആളുകളാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ മദ്രസയിൽ പോയി ആയും ഈയും ഊവും പഠിച്ചിട്ടുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വിചാരിച്ചാലൊന്നും നടക്കുന്ന സംഗതിയല്ല. അപ്പോ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ട് ആളുകളെ മുഴുവനും കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് ശരിയല്ല. അപ്പോ അവിടെ അറബി ഭാഷയിൽ ഒരു എഴുത്തുണ്ട്. അതായത് നാബൂദി ഇസ്രായേല എന്നെഴുതിയിട്ട് ഒരു വർഷം, അതായത് 25 സാൽ വർഷം, ആയിന്ദ എന്നെഴുതിയിട്ടുണ്ട്. അറബി ഭാഷയിലുള്ള ഈ ഒരു എഴുത്ത് ഒരു പക്ഷേ അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം എന്നും അറിയില്ല. ഇറാനെ ന്യായീകരിച്ച് കൊമേനിയുടെ 2ാം കെട്ടിലെയും 18ാം കെട്ടിലെയും ഒക്കെ ഉണ്ടായ മക്കൾ കൊമേനിക്കു വേണ്ടി മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ജൂതന്മാരോട് തർക്കിക്കുകയും ജൂതന്മാര് ചെയ്തത് എന്താണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നവർക്കെതിരെ ആയുധവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. മൂർച്ചയേറിയ ഇവരുടെ ആയുധം നാവാണ്. അനാവശ്യങ്ങളേ പറയൂ. കാരണം ഇവരതാണ് ഇവരുടെ വീടുകളിൽ പഠിച്ചതേ. മദ്രസയിൽ പഠിച്ചതും വീടുകളിൽ പരിശീലിച്ചതും ഇതായതുകൊണ്ട്
ഒരു പെണ്ണാണെങ്കിൽ ആദ്യം തന്നെ അനാവശ്യങ്ങളും അവിഹിതങ്ങളും സംസാരിക്കും. സംശയമുള്ളവർ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കും, കമൻസിൽ കാണാം. അപ്പം ഞാൻ നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ജെമിനിയും കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ. ഒരു കടപ്പുറം, ഒരു ബീച്ചാണ്. അപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് കാക്കാമാരോട് മാപ്പ് ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടു. സാർ, ഇവന്മാരെ പ്രകോപിപ്പിക്കുക തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനകത്ത് വന്ന കമൻസ് കാണണം. കളി കഴിഞ്ഞോ, പണി കഴിഞ്ഞോ, പ്ലക്കിയോ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ രീതിയാണ്. ആണും പെണ്ണും ചേർന്നാൽ ഈ ഒരൊറ്റ രീതിയെ അവർക്കുള്ളൂ. ഇന്നിപ്പോൾ കണ്ടില്ലേ എത്ര ഉസ്താദന്മാരുടെ പീഡനങ്ങളാ പുറത്തു വന്നിരിക്കുന്നത്. നോമ്പാണ്. ഈ നോമ്പിൽ ഒരുത്തൻ ഒരു 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കയറി പീഡിപ്പിച്ചിട്ട് 30 വർഷമാണ് അവന് തടവും 1 ലക്ഷം രൂപ പിഴയും അവന് വിധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിഭാഗം വീടുകളിൽ വേശ്യാലയം വെച്ചുകൊണ്ടിരിക്കുന്ന ടീമാ. അതുകൊണ്ട് ഇവരോട് പറഞ്ഞ